ഹായ് എവരി വൺ, എല്ലാവർക്കും ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. സോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് നമുക്ക് ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആവാനാണ് ചാൻസ് കൂടുതൽ. നമ്മുടെ ഹെഡിങ്ങും ഏകദേശം ആ ഇതിൽ തന്നെയായിരുന്നു. നമുക്ക് മാർക്കറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനാണ് മാക്സിമം ചാൻസ് എന്നുള്ള ഇതിലേക്കായിരുന്നു ഹെഡിങ് നമ്മൾ കൊടുത്തത് നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോയുടെ. സോ ഏകദേശം മാർക്കറ്റ് ആ ഒരു ഒന്ന് ഹയർ ലെവൽസിലാണെങ്കിൽ ഒന്ന് കുറച്ച് കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു റെസ്റ്റിംഗ് ആയിരുന്നു അല്ലേ. ഒരുപാട് മേളിലേക്ക് നല്ല ഒരു ബ്രേക്ക് ഔട്ട് ഇട്ടില്ല. ഈവൻ ബാങ്ക് നിഫ്റ്റി ഒന്ന് ബ്രേക്ക് ഔട്ട് ആവാൻ ശ്രമിച്ചു, ബട്ട് അതേമാതിരി തന്നെ തിരിച്ചിറങ്ങി വന്ന് ആ ലെവൽസിൽ തന്നെ ക്ലോസ് ചെയ്യും. അപ്പോൾ അത്രയും നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു സിമ്പിളായിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലെവലും ഒന്ന് ഓയും പിന്നെ നമുക്ക് പ്രൈസ് ആക്ഷനൊക്കെ ഒന്ന് നമ്മളൊന്ന് അറിഞ്ഞാൽ സിമ്പിളായിട്ട് മാർക്കറ്റിനെ ജഡ്ജ് ചെയ്യാൻ പറ്റും. ഒരു 80% നമുക്ക് അങ്ങനെ ഒരു ഇതെടുക്കാം. ആൻഡ് പിന്നെ ഞാൻ പറയാമല്ലോ, അത് എപ്പോഴും നമുക്ക് ഒരു ലിമിറ്റഡ് ലോസ് സ്ട്രാറ്റജിയും കൂടി ഒന്ന് അപ്ലൈ ചെയ്താൽ നമുക്ക് മാർക്കറ്റിലെ സർവേ ചെയ്യാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നു. ആൻഡ് അതാണ് നമ്മൾ അതിനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും ഒരുപാട് ബൈയിങ് ഇതിലേക്ക് അല്ലെങ്കിൽ എന്താ പറയുക മാർക്കറ്റിനെ അറിയാണ്ട് വെറുതെ വന്നിട്ട് നമ്മൾ ബൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇത്ര പോയിൻ്റ് ഹൈ പോയി ഇത്ര ബ്രേക്ക് ഔട്ട്, അതിനേക്കാളും കുറച്ചും കൂടി നല്ലത് മാർക്കറ്റിന് ഒരു ഹയർ ടൈം ഫ്രെയിമിലൊന്ന് അറിഞ്ഞിരിക്കുക. മാർക്കറ്റ് ഇങ്ങനെയൊക്കെയാണ്, മാർക്കറ്റിന് ഒരു വീക്ക്നെസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു വീക്ക്നെസ് അതിൽ കാണിക്കുന്നുണ്ട്, അവർ ബുള്ളിഷ് അല്ല എന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ തോന്നും എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ആ ഒരു ബിഹേവിയർ. അത് വെച്ചിട്ട് അപ്പോൾ അതൊരു സൈഡ് വെക്കുക. അതോടൊപ്പം നമ്മൾ കെയർനോ സ്ട്രാറ്റജി, അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ സർവേ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഡെയിലി നമ്മൾ എപ്പോഴും ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്ന ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നും കൂടി വിശ്വസിക്കുകയാണ്. എനിവേ നമുക്ക് നമ്മുടെ ജസ്റ്റ് നമ്മൾ ലാസ്റ്റത്തെ വീക്കിൽ ഒരു അനാലിസിസ് നോക്കിയിട്ട് മീൻസ് ലാസ്റ്റ് ഡേയിൽ ഒരു അനാലിസിസ് നോക്കിയിട്ട് നമുക്കൊന്ന് മീൻസ് നെക്സ്റ്റ് ഡേയിലേക്ക് എങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് ഒന്ന് പോകുന്നത്, അതായത് മാർക്കറ്റിൻ്റെ കാര്യങ്ങളൊന്ന് നമുക്ക് അനലൈസ് ചെയ്യാം നെക്സ്റ്റ് ഡേ. ഇനി നമുക്ക് നിഫ്റ്റി എക്സ്പയറി ആണ് നമുക്ക് തേഴ്സ്ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു മാർക്കറ്റ് ഒരു ഇത് നിഫ്റ്റിയുടെ 5 minutes ടൈം ഫ്രെയിമാണ്. നമുക്ക് ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു നമുക്ക് ഉണ്ടായത്. ആൻഡ് അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് മേളിലേക്കൊന്ന് പോകാൻ നോക്കി. ദെൻ അവിടെ നിന്നാണ് മാർക്കറ്റ് ഒരു കംപ്ലീറ്റ്ലി കൺസോൾട്ടേഷൻ ഉണ്ടായത്. ഹയർ ലെവലിൽ തന്നെയായിരുന്നു. ബട്ട് ലാസ്റ്റത്തെ ആ 3 o'clock ശേഷം നിഫ്റ്റി ഒന്ന് നല്ലോണം ഒന്ന് ഫോളോ ആയിട്ടുണ്ട്. ബട്ട് 22,500 ഓൾമോസ്റ്റ് 22,600 ആ ലെവലിൽ തന്നെ നിഫ്റ്റി ഒന്ന് മീൻസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു നല്ല സൈനാണെന്ന് നമുക്ക് പറയാം. ബട്ട് നമുക്ക് ലാർജ് ടൈം ഫ്രെയിമിൽ വരുമ്പോഴാണ് നമുക്ക് എന്താ അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുക. എന്തായാലും 22,500 മേളിൽ തന്നെ നിഫ്റ്റിക്ക് ക്ലോസിങ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി നല്ലൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി സ്ലൈറ്റ്ലി ഓപ്പോസിറ്റ് ആയിരുന്നു നിഫ്റ്റിയായിട്ട് അല്ലേ. ഒരു നല്ലൊരു കൺസോൾട്ടേഷൻ റേഞ്ച് ഉണ്ടായിരുന്നു. ആൻഡ് ഒന്ന് മേളിലേക്ക് പോയി. ദെൻ അവിടെ നിന്നാണ് ബാങ്ക് നിഫ്റ്റി ഒന്ന് ഫോളോ ആവാനും ശ്രമിച്ചത്. ലാസ്റ്റ് ഒരു ഏകദേശം 1 hourൻ്റെ അടുത്ത് ഒന്ന് എന്താ പറയുക ഒരു വയലൻറ്റ് മൂവ് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കൊക്കെ ഉണ്ടായി. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് നിഫ്റ്റിയിൽ ഏതൊക്കെ ലെവൽസാണ് നോക്കേണ്ടത് ആൻഡ് ഏതൊക്കെ ലെവൽസിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് 700-ലൊക്കെ റെസിസ്റ്റൻസ് ഇത്തിരി കുറവായിരുന്നു. അത് നമ്മളവിടെ വെച്ച് 22,800 റെസിസ്റ്റൻസ് കുറവാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ടായി. അവിടെ നിന്നാണ് നിഫ്റ്റി ഒന്ന് വീണേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അനാലിസിസ് വെച്ചിട്ട് 800 സ്ട്രെങ്ത്ത് കൂടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്ന്. അപ്പോൾ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് തന്നെ നോക്കാം. നിഫ്റ്റിക്ക് നാളെയാണ് എക്സ്പയറി, 2 May ആണ്. നമുക്ക് 22,800 കുറച്ചൊന്ന് ഇത് കൂടിയിട്ടുണ്ട്. ഒരു സ്ട്രൈക്ക് എന്താ പറയുക 22,800 കുറച്ച് റെസിസ്റ്റൻസ് ഹൈ ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് റെസിസ്റ്റൻസ് ഇവിടെ നമുക്ക് ഹൈ ആയത് കുറച്ചൊന്ന് സ്ലൈറ്റ്ലി ഒന്ന് റെഡ് ആക്കി വെക്കാം. പിന്നെ നമ്മൾക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറയുന്നത് ഇവിടെ 22,700 to 22,500 ആണ്. ആ ഒരു റേഞ്ചാണ് വരുന്നത്. ആൻഡ് മിഡ് 22,600 ഉണ്ട്. എല്ലാ സ്ഥലത്തും ഏകദേശം ഒരു സ്ട്രാഡൽ ലെവൽ ഫോർമേഷനാണ് വരുന്നത്. 22,700 സ്ലൈറ്റ്ലി എന്താ പറയുക നമുക്കൊരു കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ് അവിടെ മാക്സിമം കോൾ റൈറ്റിംഗ്. ബട്ട് അവിടെ എന്താ ഒരു ഹ്യൂജ്ലി എന്ന് പറയാനില്ല, നമുക്ക് ഈക്വൽ ആയിട്ട് തന്നെ എല്ലാ സ്ട്രൈക്കും 22,500
22,600, 22,700 കുറച്ചും കൂടി അഡ്വാൻസ്ഡ്, അതായത് നല്ലൊരു സപ്പോർട്ട് സ്ട്രൈക്ക് എന്ന് പറയുന്നത് 22,500 ആണ്. അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ആൻഡ് 22,600 എന്താ പറയുക, നമുക്ക് ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ തന്നെ നിൽക്കുന്നുണ്ട്. അവിടെയും ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് കുറച്ചും കൂടി സപ്പോർട്ട് തന്നെയാണ് അവിടെ ഹൈ ആയിട്ട് നിൽക്കുന്നത്. ദെൻ ഇനി നമുക്ക് 22,500 ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ, അവിടെ നമുക്ക് റെസിസ്റ്റൻസ് ആണ് കുറച്ചും കൂടി ഹ്യൂജ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്ട്രാഡിലായതുകൊണ്ട് തന്നെ നമുക്കൊരു യെല്ലോ ലൈൻ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റിയുടെ ഒരു ലെവൽസ്. നിഫ്റ്റി കറൻ്റ്ലി ട്രേഡ് ചെയ്തിരിക്കുന്നതും ഈ ഒരു ലെവലിലൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ലെവൽസിൽ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്തു എന്ന് മാത്രം. 22,600 സ്റ്റിൽ നമുക്ക് സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുന്നത്, ബട്ട് അതും ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ആണ്. അപ്പോൾ മാക്സിമം കൺസോൾട്ടേഷൻ വരുന്ന റേഞ്ച് 22,700 to 22,600 ആണ്. സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉള്ളത് 22,500 ആൻഡ് ബിലോ ദാറ്റ് നമുക്ക് സപ്പോർട്ടിൻ്റെ വീക്ക്നെസ് കുറഞ്ഞെറിഞ്ഞ് വരുന്നതായിട്ട് കാണാം. ആൻഡ് മാക്സിമം റെസിസ്റ്റൻസ് കൂടി വരുന്നു. ഹൈ റെസിസ്റ്റൻസ് 23,000 ആണ്. സ്റ്റിൽ അതവിടെ നിൽക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് 0.83 എന്നുള്ള ഒരു PCR, നെഗറ്റീവ് PCR ആയിട്ട് തന്നെ തുടരുകയാണ്. അപ്പോൾ നമുക്ക് ചെറിയ സ്ലൈറ്റ്ലി ഒരു ബിയറിഷിൻ്റെ എന്താ പറയുക, ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റിലേക്ക് പയ്യെ നീങ്ങുന്നു എന്നുള്ള ഒരു ഇൻഫോർമേഷൻ. അതായത് സ്ട്രെങ്ത്ത് എവിടെ, കോളിലാണ് സ്ട്രെങ്ത്ത് കൂടി വരുന്നത്. നമുക്ക് സ്ലൈറ്റ്ലി ഒരു ബിയറിഷ് ആയിട്ടുള്ള ഒരു സെൻറ്റിമെൻ്റാണ് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിക്കോസ് കോളിന് സ്ട്രെങ്ത്ത് കൂടി വരുന്നുണ്ട്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിക്ക് എങ്ങനെയാണ്, എവിടെയാണ് നമുക്ക് സ്ട്രെങ്ത്ത് കൂടി വരുന്നത് എന്ന് നോക്കാം. മീൻസ് ബാങ്ക് നിഫ്റ്റി ഇനി നമുക്ക് നെക്സ്റ്റ് 8th മെയ് ആണ് എക്സ്പയറി വരുന്നത്. അപ്പോൾ സ്ട്രാഡിൽ ഫോർമേഷൻ ആണ് നമുക്കുള്ളത് 49,500 വിത്ത് റെസിസ്റ്റൻസ് ആണ് എന്ന് ശ്രദ്ധിക്കുക. ആൻഡ് മാക്സിമം കോളും ഓൾമോസ്റ്റ് ആ 49,500 തന്നെയാണ്. പിന്നെ വരുന്നതാണ് 50,000, പിന്നെ നമുക്ക് 49,000 നമുക്ക് സപ്പോർട്ട് വരുന്നത്. ബട്ട് ഇതിൻ്റെ അത്രയും 49,500 അത്രയും ഏകദേശം ആ ലെവലിൽ തന്നെ ഉണ്ടല്ലേ. 11.65 ലാക്ക് പുട്ട് റൈറ്റിന് 11 അപ്പോൾ കുറച്ചും കൂടി ഒരു സ്ട്രോങ് സപ്പോർട്ട് വരുന്നത് 49,000 49,000 കുറച്ചും കൂടി ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. ഓൾറെഡി നമ്മളത് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് കോൾ റൈറ്റിംഗ് ഉണ്ട്. അവിടെ നമുക്ക് ചെറിയൊരു സ്ട്രാഡിൽ ഫോർമേഷൻ അവിടെ നമുക്ക് സ്റ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് നമ്മൾ പറഞ്ഞു ഇപ്പോൾ 49,500 നമ്മൾ എന്താക്കുന്നത്, നമുക്ക് ഒരു വിത്ത് റെസിസ്റ്റൻസ് ഹ്യൂജായിട്ട് നിൽക്കുന്നു അവിടെ. അതുപോലെ തന്നെ നമുക്ക് കോളും കൂടി മീൻസ് പുട്ട് റൈറ്റിങ്ങും കൂടി വന്നേക്കാണ്. അപ്പോൾ പുട്ട് റൈറ്റിംഗ് കുറച്ച് ബിലോ ആണെന്ന് പറയാം. അപ്പോൾ കോളിന് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഡാർക്കാക്കാം. അവിടെയും നമുക്ക് എന്താണ്, നമുക്കൊരു സ്ട്രാഡിൽ ഫോർമേഷൻ അത് 49,000 to 49,500 നമുക്ക് സ്ട്രാഡിൽ ഫോർമേഷൻ 49. പിന്നെ നമുക്ക് 50,000 നല്ല റെസിസ്റ്റൻസ് ആയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ 50,000 അടുത്ത് റെസിസ്റ്റൻസ് എടുത്തു. ആ റെസിസ്റ്റൻസിൽ നിന്നാണ് ലാസ്റ്റ് ബാങ്ക് നിഫ്റ്റി ഒന്ന് താഴേക്ക് മൂവ് ആവാനും ശ്രമിച്ചത് അവിടെയാണ്. അപ്പോൾ ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ എല്ലായിടത്തും ഒരു കൺസോൾട്ടേഷൻ ഇത് നമുക്ക് 49,500 49,000 നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യം അനാലിസിസ് വെച്ചിട്ട് ഇത്രയാണ് നമുക്കുള്ളത്. ഇവിടെയും നമ്മുടെ ഒരു PCR നോക്കണമെങ്കിൽ 0.85 ആണ്. വീക്ക്നെസ് ഫീലായി വരുന്നുണ്ട്. മീൻസ് സ്ട്രെങ്ത്ത് കോളിന് വരുന്നു, പുട്ടിനേക്കാളും കോളിന് കുറച്ച് വരുന്നു. അവിടെ നമുക്ക് വീക്ക്നെസ് എന്താ പറയുക, നമുക്ക് വീക്ക്നെസ് കൂടി വരുന്നുണ്ടെന്ന് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് FIDA ഡാറ്റ ഒന്ന് നോക്കാം. FIDA ഡാറ്റയിൽ നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യം നോക്കാം. അതിന് തന്നെ FISൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയുണ്ട് നോക്കാം. FIS നമുക്ക് നമ്മൾ ലാസ്റ്റ് ട്യൂസ്ഡേ ഓക്കെ. അപ്പോൾ മൺഡേ നമ്മൾ പറഞ്ഞത് നമുക്ക് കുറച്ചൊന്ന് ബുള്ളിഷ് സെൻറ്റിമെൻ്റ് ആണ്. ബട്ട് അതേമാതിരി തന്നെ അൺവൈൻഡിങ്ങും പുട്ട് അൺവൈൻഡിങ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ബട്ട് ലാസ്റ്റ് ഡേ, അതായത് ട്യൂസ്ഡേ മാർക്കറ്റ് അവസാനിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടി ഒരു ബിയർ സെൻറ്റിമെൻ്റ് ഒന്ന് കൂടി വരുന്നുണ്ട്. ബട്ട് കോളും അതിനനുസരിച്ച് ഒന്ന് അപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം അൺവൈൻഡിങ് ആയ പുട്ടിന് അവർ ലോങ്ങിലേക്ക് വന്നിട്ടുണ്ട്. സോ അത് നമുക്ക് കുറച്ചൊന്ന് ബിയർ സെൻറ്റിമെൻറ്റ് തന്നെയാണ് വരുന്നത്. ബട്ട് ആൻഡ് ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ FISൻ്റെ ഭാഗത്ത് കണ്ടിന്യൂ ബൈയിങ് ഫ്യൂച്ചേഴ്സിൽ ബൈയിങ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പോസിറ്റീവാണ്. ആൻഡ് ഇവിടെ നമുക്ക് ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ നോക്കുമ്പോൾ OISൻ്റെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, ഒരു സ്ട്രെങ്ത്ത് ബൈയിങ്ങിൻ്റെ സ്ട്രെങ്ത്ത് കൂടുന്നതോടൊപ്പം സെല്ലിങ്, അതായത് പുട്ടിൻ്റെ സ്ട്രെങ്ത്തും കോളിൻ്റെ സ്ട്രെങ്ത്തും പുട്ടിൻ്റെ സ്ട്രെങ്ത്തും അവർ മേളിലേക്ക് തന്നെയാണ് വെച്ചേക്കുന്നത്. ബട്ട് കുറച്ചും കൂടി ഹൈലി കൂടി നിന്നേക്കുന്നത്
പുട്ടാണ് അവർ ലോങ്ങിലേക്ക് നിൽക്കുന്നത്, ആൻഡ് ബിയറിഷാണ് അവർ ലോങ്ങിലേക്ക് നിൽക്കുന്നത്. ആൻഡ് സെല്ലിങ് കുറച്ച് കുറഞ്ഞിട്ട് അവിടെ ഒരു ബൈയിങ് വന്നുണ്ട്. സോ ഒരു മിക്സഡാണ്. FISൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മിക്സഡാണ്. പോസിറ്റീവ് പ്ലസ് നെഗറ്റീവ് ആയിട്ട് തന്നെ FISൻ്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. രണ്ട് സൈഡിലേക്കും ഏകദേശം FIS മീൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ആൻഡ് DASൻ്റെ ഭാഗത്ത്, അതായത് പ്രോയിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹെവിലി ബിയറിഷ് ആണെന്ന് പറയാം. ബിക്കോസ് അൺവൈൻഡിങ് അത്രയും ലോങ് പുട്ട് അൺവൈൻഡ് ചെയ്ത് അവർ ലോങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് നല്ല ബിയറിഷ് കാണാം. അവിടെ ലോങ്ങിലേക്കുള്ള കോൾസ് അവർ അൺവൈൻഡ് ചെയ്തിട്ടുണ്ട്. ബിയറിഷ് സെൻറ്റിമെൻറ്റ് ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ കാണാം സെല്ലിങ് വരുന്നുണ്ട്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ സെല്ലിങ് വരുന്നുണ്ട്, ബിയറിഷ് ആണ്. ആൻഡ് OIL സ്ലൈറ്റ്ലി അവരൊന്ന് പോസിറ്റീവ് ആയിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് ബട്ട് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് ലാസ്റ്റ് ഡേ, അതായത് മൺഡേയുടെ അത്രയും അവർ അതിൻ്റെ നല്ല രീതിയിൽ അവിടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ നമുക്കപ്പോൾ ബിയറിഷായിട്ട് തന്നെ വേണം അവിടെയും നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ. ആൻഡ് ഇവിടെ ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് OI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അവർ സെല്ലിങ് തുടരുകയാണ്. -26,000 ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ. അപ്പോൾ DAS അതായത് പ്രോയിൻ്റെ ഭാഗത്ത് നിന്ന് ഹെവിലി ബിയറിഷ് സെൻറ്റിമെൻറ്റും ആൻഡ് FISൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ന്യൂട്രൽ, ഒരു പോസിറ്റീവ് പ്ലസ് നെഗറ്റീവ് ഈക്വലി അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു വീക്ക്നെസ്സിൻ്റെ, അതായത് സ്ട്രെങ്ത്തിനൊരു വീക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇൻ ഓപ്ഷൻസിലൊക്കെ എന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നുണ്ട്. ബിക്കോസ് FISൻ്റെ ഭാഗത്തും DASൻ്റെ ഭാഗത്തും ആൻഡ് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസിൽ അവരങ്ങനെയാണ് ആ ഒരു സ്റ്റേറ്റ് എടുത്ത് അവരുടെ ഡിസിഷൻ അങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് ഡേ നോക്കുമ്പോൾ കാണാൻ കഴിയുക. ഇനി നമുക്ക് ക്യാഷ് മാർക്കറ്റ് നോക്കാം. ക്യാഷ് മാർക്കറ്റിൽ നോക്കുമ്പോൾ രണ്ട് പേരും ബൈയിങ് ആണ്. ആൻഡ് FISൻ്റെ ഭാഗത്ത് 1000 ഉണ്ട്, DASൻ്റെ ഭാഗത്ത് നിന്നും 1400 ഉണ്ട്. സോ ക്യാഷ് മാർക്കറ്റ് ഓക്കെ ആണ്. ബട്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ നമുക്ക് സ്ലൈറ്റ്ലി ഒരു നെഗറ്റീവ് ബെയറിഷ് അല്ലെങ്കിൽ ഒരു സ്ട്രെങ്തനിലൊരു വീക്ക്നെസ് നമുക്ക് ഫീൽ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു ഓവറോൾ നമുക്കൊരു മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ് ബേസ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുക. ഇനി നമുക്ക് മാർക്കറ്റിൽ ഒന്ന് നമ്മുടെ ഇത് വെച്ച് നോക്കാം. നമ്മുടെ ഒരു എന്താ പറയുക, നമുക്ക് 4 hour ടൈം ഫ്രെയിമിൽ ഒരു പ്രൈസ് ആക്ഷൻ അനാലിസിസും കൂടി നോക്കാം എങ്ങനെയാണെന്ന്. നിഫ്റ്റിക്ക് നല്ലൊരു റാലി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു ഹൈ ഓപ്പൺ ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ നിഫ്റ്റി ഈ ഒരു ലെവൽ, അതായത് 22,500 എന്ന ലെവൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് വൺസ് ഈ 22,500 ലെവലിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ഡൗൺ വന്നാൽ മാത്രമേ നമുക്ക് ബിയറിഷ് സെൻറ്റിമെൻ്റ് ആവുള്ളൂ. ആൻഡ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇതൊരു സ്വിംഗ് ലോ പോലെ എടുക്കാം. ആൻഡ് ഈ ഒരു സ്വിംഗ് ലോ എന്ന് ഇവിടെ നമുക്ക് കിട്ടി. വീണ്ടും ഈ അതായത് സ്വിംഗ് ലോ ഈ നോക്കാം, ഇവിടെ ഒരു സ്വിംഗ് ഹൈ, ഇതൊരു സ്വിംഗ് ലോ, ഇതൊരു സ്വിംഗ് ഹൈ ആണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ആൻഡ് ലാസ്റ്റ് പറഞ്ഞ ഈ ഒരു സ്വിംഗ് ലോ എന്ന് നമുക്ക് ഇനി കണ്ടിന്യൂഷൻ ടു ഫോൾ ആണെങ്കിൽ ഈ ഒരു സ്വിംഗ് ലോയും കൂടി ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നു. ബിക്കോസ് ഇവിടെ നമുക്കൊരു ബിയറിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ആയിട്ട് നിഫ്റ്റി ഇൻ 4 hour ടൈം ഫ്രെയിമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കൺഫർമേഷൻ ക്യാൻഡലിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ആൻഡ് അത് കൺഫർമേഷൻ ക്ലിയർ ആണെങ്കിൽ, അതായത് നമുക്ക് എന്താ പറയുക, നമ്മൾ വീണ്ടും നമുക്കൊരു സെല്ലിംഗ് മോഡ് റിവേഴ്സിങ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സ്പിന്നിങ് ഹാമറാണ്, അല്ലെ സ്പിൻ ടൈപ്പ് ക്യാൻഡിൽ ഫോർമേഷൻ ആണ്. ഇവിടെ നമുക്ക് 2 ക്യാൻഡിലും ഫോം ചെയ്തേക്കുന്നത് നമുക്ക് നെഗറ്റീവ് ഇൻഡിക്കേഷൻ തന്നെയാണ് നിഫ്റ്റിക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ കാര്യം നോക്കാം. ബട്ട് 22,500 ഒക്കെ എന്നുള്ള ലെവൽ ഓഫ് സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ സപ്പോർട്ടും കൂടി ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്താ പറയുക, നമ്മൾ കംപ്ലീറ്റ്ലി ബിയറിഷായി എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്നാലും നമുക്ക് ആ ഒരു ബിയറിഷിലേക്ക് വരുന്ന ഒരു സെൻറ്റിമെൻറ്റ് ഒന്ന് കുറച്ച് ഹൈ ആയിട്ട് വരുന്നു എന്നുള്ള കാര്യം മാർക്കറ്റ് അനാലിസിസും കൂടി നമുക്ക് മീൻസ് FIDA ഡാറ്റയൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇതൊരു സ്വിംഗ് ഹൈ ആയിരുന്നു. ലാസ്റ്റ് സ്വിംഗ് ഹൈ ഇവിടെ നമുക്ക് ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്തു. ആൻഡ് ബാങ്ക് നിഫ്റ്റിക്കും ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വന്നു. അവിടെ നമുക്ക് ഒരു സെൽ ഓഫ് ക്യാൻഡിൽ കണ്ടിന്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഇതൊരു സ്വിംഗ് ലോ ആണ്. ഞാൻ ബാങ്ക് നിഫ്റ്റി ഇവിടെ ഒരു സ്വിംഗ് ലോ എടുത്തിട്ട് മേ ബി ഇതൊരു വേണമെങ്കിൽ ഒരു ഹൈയും കൂടി എടുത്ത് നോക്കാം. ആൻഡ് എന്നിട്ട് വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു ഈ ലോ എവിടെയാണോ ഈ ലോ ബ്രേക്ക് ചെയ്യുന്നത്, ബാങ്ക് നിഫ്റ്റി മീൻസ് ഒരു ഫാളിന് വേണ്ടി ഒരു ചാൻസ്, അതായത് സ്ട്രെങ്തൻ മീൻസ് ബിയറിഷിന് വേണ്ടിയുള്ള സ്ട്രെങ്ത്ത് വേണമെങ്കിൽ കൂടി വരാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ്
ബാങ്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിക്ക് നമുക്ക് പറയാനുള്ളത് ഒരു ഫീലിംഗ് നമുക്ക് എന്താ പറയുക, നമുക്ക് സ്ട്രെങ്ത്ത് ഇല്ല, അതായത് വീക്ക്നെസ് കുറച്ച് ഫീൽ ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് പ്രൈസ് ആക്ഷൻ നോക്കുമ്പോഴും FIDA ഡാറ്റ നോക്കുമ്പോഴും ഈവൻ OA അനാലിസിസ് നോക്കുമ്പോഴും നമുക്ക് അതൊക്കെയാണ് മനസ്സിലാകുന്നത്. ആൻഡ് ഇനി നമുക്ക് മിഡ് ക്യാപ്പിൽ നോക്കാം. മിഡ് ക്യാപ്പും നല്ലൊരു റേഞ്ച് ബ്രേക്ക് ഔട്ട് തന്നതായിരുന്നു മിഡ് ക്യാപ്പിലും. ബട്ട് ഇപ്പോഴും മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് ടൈപ്പ് ഓഫ് എല്ലായിടത്തും ഒരു സെല്ലിംഗ് ടൈപ്പ് ഓഫ് ക്യാൻഡിൽ ഫോർമേഷൻ ആണ് ഒരു പ്രൈസ് ആക്ഷനിൽ തരുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു സ്പിൻ ടൈപ്പ് ക്യാൻഡിൽ ഫോർമേഷൻ തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് എന്താ പറയുക, ഇതൊരു ഫാൾസ് ബ്രേക്ക് ഔട്ടായിട്ട് വേണമെങ്കിൽ കുറച്ചൊന്ന് ഡിപ്പ് എടുക്കാനുള്ള ചാൻസ് എല്ലായിടത്തും കാണുന്നുണ്ട്. മീൻസ് അവിടെ നമുക്ക് കൺഫർമേഷന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. മെയിനായിട്ട് നമുക്ക് ആ സിംഗ്ലോ പറഞ്ഞത് ആ ലെവലൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിൽ എക്സിക്യൂട്ട് ചെയ്യുക. ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ആ ലിമിറ്റഡ് ലോസ് സ്ട്രാറ്റജീസ് വൈസ് ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് എന്താ പറയുക, മീൻസ് നമ്മുടെ വ്യൂസിലേക്ക് വന്നാൽ ഹ്യൂജ് പ്രോഫിറ്റും കിട്ടും. ഇനി അതല്ല വ്യൂസ് ഇനി അവിടെ നിന്ന് എവിടെയെങ്കിലും ഒരു ലെവൽ നല്ല സിംഗ്ലോയൊക്കെ 2-3 സിംഗ്ലോ ഏത് സിംഗ്ലോയിൽ നിന്നാണെങ്കിലും സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോയാലും നമുക്ക് അവിടെ ആ ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ട് നല്ലൊരു ട്രേഡ് പ്ലാൻ ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ സേഫ് ആക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കുറേ പേര് നമുക്ക് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് എനിക്ക്. അപ്പോൾ മീൻസ് മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ മെസ്സേജ് തന്നെ അയക്കാം. ആൻഡ് നിങ്ങളെടുക്കുന്ന ട്രേഡ്സിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ആൻഡ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എന്തായാലും ഒന്ന് ലൈക്കും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.